ജിൻഡോയ്ക്ക് ഒരു കപ്പ്. എടാ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കമന്റ് ബോക്സ് മൊത്തം ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് പോസ്റ്റ് ഇട്ടില്ല, ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് കൺഗ്രാജുലേറ്റ് ചെയ്തില്ല, ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് കുശുമ്പ്, ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് ദേഷ്യം. എടീ സീക്രട്ട് ഏജന്റിനും ജിൻഡോയ്ക്കും ലൈക്ക് നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ച് വന്നതാണ്, എനിക്കറിയാൻ പാടില്ല. പിന്നെ മറ്റേ വീടിനകത്തിരുന്ന് പറഞ്ഞ സാധനം അതൊക്കെ ഒരു ഉണ്ടാവും റീലും സാധനമൊക്കെ ആയിട്ട് കുത്തിക്കയറ്റി വരുന്നുണ്ട്. അതൊക്കെ രസമാണ്, ഫണ്ണാണ്. പിന്നെ ആ വീട്ടിൽ കഴിഞ്ഞ് പുല്ല് അവിടെ ഇട്ടിട്ട് പോകുന്നു. പിന്നെ രസമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ഈ കമന്റ് ബോക്സിനകത്ത് എൻ്റെ പൊന്നെ, കേരളം മൊത്തം ഒന്ന് ചർച്ച ചെയ്യുന്നത് സൈബർ ബുള്ളിങ്ങും ഈ കമന്റ് ബോക്സിൽ വരുന്ന കമന്റും, ചിലർ ഇത് പേടിച്ചിട്ട് കമന്റ് ഓഫാക്കി വെച്ചതും, പിന്നെ ആ കുട്ടിയുടെ ലൈഫ് പോയതൊക്കെ ലൈക്ക് സൈബർ ബുള്ളിങ് ഓൺ കമന്റ് ബോക്സ്. ഈ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ കമന്റ് ബോക്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, സൈബർ ബുള്ളിങ് അല്ല, സൈബർ എരക്കൽ. എരന്നുകൊണ്ടിരിക്കുന്നു സൈബർ എരക്കൽ കമന്റ് ബോക്സിൽ. ഒരു പോസ്റ്റ് എന്താ ഇടാത്തേ, ജിൻഡോ കപ്പടിച്ചതിൽ എന്താ പോസ്റ്റ് ഇടാത്തേ? എടി ഞാൻ അങ്ങനെ പോസ്റ്റൊന്നും ലൈക്ക് കപ്പ് പിടിച്ച ആളൊപ്പം പോയി കെട്ടിപ്പിടിച്ച അയാളെ കപ്പും പിടിച്ചിടുന്ന പോസ്റ്റ് ഇടുന്ന ആ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളല്ല ഞാൻ. ബേസിക്കലി അങ്ങനെ ഞാൻ ചെയ്യാറില്ല, മനസ്സിലായ? എനിക്ക് അതിനകത്തുള്ളവർ കപ്പടിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ എനിക്ക് എല്ലാവരും ലൈക്ക് ഞങ്ങൾ അതിലെ കണ്ടസ്റ്റൻസ് ആണ് എല്ലാവരും. നമ്മളെല്ലാവരും നല്ല നല്ല മെമ്മറീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് വേറൊരു രസമാണ്. അല്ലാതെ അവിടെ ഒരു എന്താ പറയുക, അത് കപ്പടിച്ച ജിൻഡോ, ഇത് കപ്പടിക്കാത്ത അഭിഷേക്, അത് കപ്പടിച്ച ജിൻഡോ, ഇത് കപ്പടിക്കാതെ, അങ്ങനെയൊന്നും ഇല്ല. കപ്പടിച്ചാൽ ഓബിയസ്ലി ഹീസ് എ വിന്നർ. അയാൾ വിന്നറാണെങ്കിൽ അയാളെ കണ്ട് കെട്ടിപ്പിടിച്ച് അതിന് സന്തോഷം പ്രകടിപ്പിച്ച് ഉമ്മയും വെച്ച് പോന്നു. അല്ലാതെ എനിക്കത് 10 സ്ഥലത്ത് പോസ്റ്റ് ഇട്ടിട്ടോ ജിൻഡോക്ക് കപ്പടിച്ച് അത് പൊക്കി നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് സിജോക്ക് കപ്പ് കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. സിജോ പോയപ്പോൾ പിന്നെ അത് അഭിഷേക് ഒരു അർജുൻ, ജിൻഡോരൊപ്പം നിന്നത് അർജുനായിരുന്നു. അപ്പോഴും ഞാൻ സ്റ്റില്ലായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് അർജുന് കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഒക്കെ നമ്മളെ പേഴ്സണൽ ആഗ്രഹങ്ങളാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിലൊരു എക്സൈറ്റ്മെന്റ് എനിക്ക് വന്നിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു സാധനം വരുള്ളൂ, ഒരാൾ കപ്പടിക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവുമല്ലോ. അപ്പം മേ ബി അർജുനാണ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എക്സൈറ്റഡ് ആവും, ഞാൻ കുറച്ചുകൂടി ഓപ്പൺ ആവും. ജിൻഡോയ്ക്ക് കിട്ടിയതിലൊരു എക്സൈറ്റ്മെന്റ് ഇല്ല. ബിക്കോസ് അർജുൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അതിനകത്ത് എനിക്ക് അർജുൻ, അഭിഷേക്, നന്ദന, സിജോ ഇവർക്കൊക്കെയാണ് കപ്പ് കിട്ടിയതെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആവും. അപ്പം നമ്മളെ ഫ്രണ്ട്സിന് കപ്പ് ഇടുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആകുമ്പോൾ നമ്മൾ പോസ്റ്റും സാധനങ്ങളൊക്കെ ഇടും. മനസ്സിലായില്ലേ? ഞാൻ അത്ര എക്സൈറ്റഡ് അല്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പറയാനുള്ളത് ഞാൻ ജിൻഡോനോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ അങ്ങേർക്ക് കപ്പ് കിട്ടിയത്. ഞാൻ ആ ജിൻഡോനോട് പറഞ്ഞ കേസാ. അല്ലാതെ അത് 10 പോസ്റ്റിലൂടെയും മറ്റേ 10 സ്റ്റോറിയിലൂടെയും ഒന്നും തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഞാൻ അങ്ങനത്തെ പരിപാടികൾ ഞാൻ എക്സൈറ്റഡ് ആകുമ്പോൾ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചെയ്യൊന്നുമില്ല. അതിനിപ്പോൾ 10 കമൻറ്റ് ബോക്സിൽ വന്നിട്ട് സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞിട്ട് സൈബർ ഇരക്കൽ നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ ഇരുന്നിട്ട് ഒന്നും നടക്കാൻ പോണില്ല. ഇനി ഞാനോ അതിലൊട്ടകണം അങ്ങനെ ഇതല്ല. ഇതിനപ്പുറം ഞാൻ മറ്റേ ബിഗ് ബോസ് പോണതിന് പിന്നെ സീക്രട്ട് ഏജൻ്റ് ആയിട്ടിരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ട് പിന്നെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. 2 രോമം നീച്ച് പായില്ല മേത്തുനിന്ന്. എന്നിട്ടാണ് 10 കമൻറ്റ്. പിന്നെ സൈബർ ബുള്ളിങ്ങിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നിങ്ങളിടുന്ന കമൻറ്റ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചിലപ്പോൾ തോന്നും. ഇപ്പം എന്നെ പോലുള്ളവർ അതൊക്കെ എന്താ പറയുക, ഇങ്ങോട്ട് തെറിയെങ്കിൽ അങ്ങോട്ട് തെറി, ഇങ്ങോട്ട് സർക്കാസെങ്കിൽ അങ്ങോട്ട് സർക്കാസം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ആക്കി ഡിലീറ്റ്, പല രീതിയിൽ നമുക്ക് കൊടുത്തിട്ട് വിടാം. ഈ ചില സാധനങ്ങളുണ്ട്, ഈ അമ്മ അച്ഛൻ സ്നേഹമൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന കമൻറ്റ്, അതൊന്നുമില്ല. എങ്ങനെ നോക്കിയിട്ട് അവൻ്റെ അച്ഛനെയും അമ്മയും കമൻറ്റ് ഇട്ട് അവനെ സ്മരിച്ച് ഡിലീറ്റ് ചെയ്താണ് കളയും. ഏത് അത്രേ ഉള്ളൂ. കാരണം ഈ കമൻ്റ് ഇടുന്നവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളവടിക്ക് പോകുന്ന മറ്റേ ടീംസിനെ പോലെയാണ്. ഫേസ് ഇല്ല, വോയിസ് ഇല്ല, ഒന്നും ഇല്ലല്ലോ. XYZ യൂസർ എന്നുള്ള പേരുമായിട്ട് വന്നിട്ട് കമൻ്റ് ഇട്ടിട്ട് പോവും. അപ്പം മനസ്സിനകത്തുള്ള ഫ്രസ്ട്രേഷൻ അങ്ങനെ അവിടെ തീർത്തിട്ട് പോവാണ്. പക്ഷെ അതുകൊണ്ട് വേറൊരാൾക്ക് ഹേർട്ടാവുകയിട്ട് ആ ഹേർട്ടായ ആൾ അയാളുടെ ലൈഫിൽ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ ഒരു ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ലൈഫിൽ നിങ്ങളെ ഒരു കമൻറ്റ് കാരണം ആ വ്യക്തിയുടെ ലൈഫിലൊരു ഇമ്പാക്റ്റ് വന്നാൽ ആ വ്യക്തി എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കർമ്മ കിടക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, അത് ചെറുതായിട്ട് മനസ്സിൽ വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഇന്നോവേറ്റബിൾ സാധനം ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അല്ല, ചിലർ പിന്നെ അത് ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കമൻറ്റ് ബോക്സൊക്കെ ഓഫാക്കി വെക്കും. ഓഫാക്കി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് വേറെ കാര്യം. ഇങ്ങനെ സാധനങ്ങൾ വേണ്ടെങ്കിൽ ഓഫാക്കി വയ്ക്കുക. എന്നാലും കുറേ മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡറുള്ള ടീമുകൾ, പീക്കോക്ക് മക്കൾ ഓടിക്കേറി വരും. ഇപ്പം കമൻറ്റ് ബോക്സ് ഓഫാണെന്ന് ചോദിച്ചാൽ ആരുടെയെങ്കിലുമൊക്കെ അവർ പിന്നെയും പറയുക എന്താ അറിയോ,
കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടും കാര്യമില്ല ബ്രദർ. ഓടി വരും പേഴ്സണൽ ഇൻബോക്സിൽ, എന്നിട്ട് അവിടെ തുടങ്ങും പരിപാടികൾ. ഏത് പക്ഷെ എന്നാലും അതിൻ്റെ ഒരു എണ്ണം കുറവായിരിക്കും. എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ജിൻഡോയ്ക്ക് ഒരു കപ്പ് പദ്ധതി എന്താണെങ്കിലും കിടിലനായിട്ട് കഴിഞ്ഞല്ലോ. ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയല്ലോ, ആ പദ്ധതി പൊളിഞ്ഞില്ലല്ലോ. ജിൻഡോയ്ക്ക് ഒരു കപ്പ് സക്സസ്ഫുൾ ആയിട്ട് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടി. ഓക്കെ, ഈവൻ ഞാൻ അന്ന് നിങ്ങൾ ഇതൊന്നും കാണുന്നൊന്നുമില്ല. ഞാൻ അന്ന് ലൈവ് ഇട്ട സമയത്ത് ജിൻഡോനെ കെട്ടിപ്പിടിച്ച് ലൈവിലൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് ഞാൻ പോയത്. പിന്നെ ഏതോ പഴയ റീലല്ല ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി റീലാകുന്നുണ്ട്. നല്ലതാണ്, ഒരു 10-20 എക്സ്ട്രാ ഉണ്ടാക്കണം പ്ലീസ്. കാരണം നിലനിന്ന് പോകണ്ടേ, കുറേ ട്രോളൊക്കെ വന്നാലും ഇതിനകത്ത് പിടിച്ചിക്കാൻ പറ്റൂ. അതൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് ഉണ്ടാക്കുക. പിന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ജിൻഡോയ്ക്ക് ഒരു കപ്പിന് എന്തുകൊണ്ട് സീക്രട്ട് ഏജൻറ്റ് പോസ്റ്റ് ഇട്ടില്ല എന്ന് ചോദിച്ച് സൈബർ എരക്കൽ നടത്തുന്നവരോടാണ് വൃത്തിയായിട്ട് ഇരക്കണം. ഓക്കെ, എന്നാലേ ഒരു രസം ഉണ്ടാവുള്ളൂ ഇതിനൊക്കെ. സൈബർ ഇരക്കൽ കാണുമ്പോൾ എനിക്ക് ആ കരച്ചിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണെങ്കിലും ജിൻഡോയ്ക്ക് ഒരു കപ്പിന് സീക്രട്ട് ഏജൻ്റ് ഒരു പോസ്റ്റ് കാണാതെ നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല എന്ന് അറിഞ്ഞത് കൊണ്ട് കേരളം കത്തിക്കുമോ നിങ്ങൾ? സീക്രട്ട് ഏജൻറ്റ് ജിൻഡോനെ അപ്രിഷ്യേറ്റ് ചെയ്ത് പോസ്റ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതാ തോന്നുന്നത്. എൻ്റെ പൊന്നെ, ഇങ്ങനെയുണ്ടോടെ? ഞാനൊരു ഈബിൾ ജെറ്റ് പാൽക്കുപ്പിയാണ്, ഇതെന്ത് ജിൻഡോ പാൽക്കുപ്പികളാ? അവൻ്റെ തൂറി വയ്ക്കാൻ വേണ്ടിയിട്ട് കൊള്ളാണേ മക്കളെ നിങ്ങൾ. എന്താണെങ്കിലും പണിയെടുക്കുന്നുണ്ട്. 500-ൻ്റെ 50,000-ൻ്റെ പണിയെടുക്കണം കമൻറ്റ് പോളീസ്. കൊള്ളാം. ഞാൻ പണ്ട് കുറേ അരി ആക്കിയിട്ടുണ്ട് ഈ കമൻറ്റ് പോളികളെടുത്തിട്ട്. ഇഷ്ടം പോലെ അരിയാക്കി വിട്ടിട്ടുണ്ട് കമൻറ്റ് പോളികളെ. ഇപ്പം ഇതിലെനിക്ക് ഭയങ്കര കുറച്ചൊരു പ്രൗഡ് ഫീലിംഗ് ഉണ്ട്. കാരണം പണ്ട് ഞാൻ ഇതേപോലെ ഓരോരോ പ്രൊഫൈലിൽ ആളുകളെ പ്രോപ്പർ സൈബർ ബുള്ളിങ് നടത്തുന്ന ഒരുപാട് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വെച്ച് ഞാൻ നല്ലോണം കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ പരിപാടി രണ്ടാമത് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നു. കമൻറ്റ് ബോളികൾ വിടാതെ പിടിക്കുന്നു. ഈ XYZ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒളിവെടിയിലുണ്ടായ അക്കൗണ്ട്സിനെ അല്ല എടുക്കുന്നത്, പ്രോപ്പറായിട്ട് ഐഡൻറ്റിറ്റി ഉള്ള അക്കൗണ്ട്സിനെ എടുത്ത് വെച്ചിട്ട് 10 പറയുന്ന എന്നാലൊക്കെ തീരുമോ? കമൻ്റ് ഇടുന്നവന്മാർ അങ്ങനത്തെ ജെനുവിൻ പ്രൊഫൈലുണ്ട് കുറേ ടീമുകൾ. അതായത് ഒന്നുമില്ലാത്തൊരു വീഡിയോയുടെ അടിയിൽ പോയിട്ട് വരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പറഞ്ഞിട്ട് പോകുന്ന കുറേ സാധനങ്ങൾ. ഈ മറ്റേ ജിൻഡോയ്ക്ക് ഒരു കപ്പ് കിട്ടിയതിൻ്റെ പോസ്റ്റിന് ഇറക്കാൻ വരുന്ന പോലെയല്ല, അല്ലാതെ കുറേ വേറെ സാധനങ്ങൾ ഇടുന്നവരുണ്ട്. അവന്മാർ ഈ പറഞ്ഞ പോലെ 2 കൊടുക്കണം. 10 പറഞ്ഞാൽ നമുക്ക് സമാധാനമെങ്കിലും കിട്ടുന്നുള്ളവരെ പിടിച്ചെങ്കിൽ പറയാൻ തുടങ്ങണം. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ആ വീട്ടിനകത്ത് കണ്ടൻറ് ഡെലിവർ ചെയ്ത 2 പേരേ ഉള്ളൂ. ഒന്ന് ജിൻഡോ, ഒന്ന് ജാസ്മിൻ. ആസ് പെർ മീ 2 പേര് പ്രോപ്പറായിട്ട് 100 ദിവസം നിന്നതിൽ ഈ 2 പേരാണ് ബാക്കിയുള്ളവരേക്കാൾ കൂടുതൽ കണ്ടൻറ് ഡെലിവർ ചെയ്തിട്ടുള്ളത്. അതിലൊരാൾക്ക് കപ്പ് കിട്ടി. ഓക്കെ, ഫെയർ ഇനഫ്, കപ്പ് കിട്ടി. അയാളെ ലൈഫ് അയാളത് എൻജോയ് ചെയ്യുന്നു, അയാളെ ഇഷ്ടപ്പെടുന്നവരത് എൻജോയ് ചെയ്യുന്നു. ഒപ്പം കളിച്ച നമ്മൾ കണ്ടസ്റ്റൻസും വി ആർ ഹാപ്പി. ഞങ്ങളെ ജേണി കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ ഒപ്പമുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഏത് പൊസിഷനിൽ എവിക്റ്റായോ ഔട്ടായോ കപ്പടിച്ചോ എന്നൊന്നുമില്ല, എല്ലാവരും ഒരു ഫാമിലിയാണ്. ആ ഫാമിലിക്കകത്ത് തന്നെ എനിക്ക് ഒരുപാട് റിലേഷൻ, സിസ്റ്റർ, ബ്രദർ, ബെസ്റ്റ് ഫ്രണ്ട്, ഈവൻ ഞാൻ ശ്രീരേഖ ചേച്ചീനൊക്കെ ഞാൻ എന്താ പറയുക, അമ്മയാണ് ശ്രീരേഖ ചേച്ചിയൊക്കെ അങ്ങനെയാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഇഷ്ടം പോലെ. അപ്പം അങ്ങനത്തെ ഒരുപാട് മെമ്മറി റിലേഷനുള്ളൊരു വീടാണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ജിൻഡോയ്ക്ക് ഒരു കപ്പ് പദ്ധതിയിൽ എന്തുകൊണ്ട് ഇവനത് പറഞ്ഞത്, ജിൻഡോയ്ക്ക് അത് തോന്നില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും. ജിൻഡോനോട് ചോദിച്ചാൽ ജിൻഡോ ചിലപ്പോൾ പറയും ഒന്നും ഇല്ലടേ നമ്മളും തമ്മിൽ വലിയ സീനൊന്നും ഇല്ല. കളീൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ കളീൻ്റെ അവിടെ ഇട്ടിട്ട് പോകുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് ആ മെമ്മറിയിൽ ജീവിക്കാനേ നമുക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ട് സൈബർ ഇരക്കൽ തുടരുകയാണെങ്കിൽ തുറന്നോ, ഒരു കുഴപ്പമില്ല. ഇറന്നുകൊണ്ട് ഒന്നും മാറാൻ പോണില്ല. ഓക്കെ, ഞാൻ എങ്ങനെയാണോ ഞാൻ അങ്ങനെ നിൽക്കും. എനിക്ക് അതല്ലേ ചെയ്യാൻ പറ്റൂ. നിങ്ങളിരുന്നത് കൊണ്ടോ അയ്യോ ചെറിയൊരു ഭീഷണിയൊക്കെ പിടിച്ചിരുന്നു, എടോ നീ എങ്ങാനും ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയത് നീ ഇട്ടില്ല, ജിൻഡോൻ്റെ കപ്പിൻ്റെ പോസ്റ്റ് നീ ഇട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ തീർന്നു പോകണമെന്നൊക്കെ. അങ്ങനെ തീർക്കാൻ പറ്റണ ആൺകുട്ടികളാണെങ്കിൽ വാടാ തീർത്ത് കാണിച്ചുക. അതൊന്നും കാണണമല്ലോ. എൻ്റെ പൊന്നെ, ഇതുവരെ ഇല്ലാത്ത എന്താ പറയുക തീർക്കല്ലോ.
പേടിച്ച്